ഒരാളെ അതിരുവിട്ട് സ്നേഹിക്കാൻ പാടില്ല ഫാദർ, ബഹുമാനിക്കാനും പാടില്ല. അങ്ങനെയെങ്കിൽ അവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ വലിയ വേദനയൊന്നും തോന്നില്ലല്ലോ. എത്ര തവണ ഞാൻ കാല് പിടിച്ചു പറയുന്നത് പോലെ പറഞ്ഞെന്നറിയോ? പക്ഷെ മാമിന് വാശിയായിരുന്നു. സ്നേഹയുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തണം നിർബന്ധമുള്ള പോലെ. മതിയാക്കടാ നിന്റെ ഒരു ആത്മരോഷം. സ്നേഹ നിന്നോടൊന്ന് നന്നായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ നീ ചുറ്റുപാടുകളൊക്കെ മറന്നു. ഡ്യൂട്ടിയിൽ നിനക്ക് ഉത്തരവാദിത്വബോധം നഷ്ടപ്പെട്ടു. എന്നിട്ടൊരു കള്ളക്കഥയുമായി മൈഥിലിയുടെ മുന്നിലേക്ക് ചെന്നു. അതല്ലടാ സംഭവിച്ചത്. പക്ഷെ പകരം മൈഥിലിയുടെ കാര്യമോ? ആശുപത്രിയിൽ ലീവിലായിരുന്നിട്ടും അവിടെ ഒരു കാര്യം വന്നപ്പോൾ മൈഥിലി കൃത്യമായി എത്തുന്നില്ലേ? ഏതവസ്ഥയിൽ നിന്നിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആറ്റുനോറ്റ് സ്നേഹിച്ചൊരു മോള് മാനസിക നില തെറ്റിയവരെ പോലെ അലറിയും ഉറക്കെ കരഞ്ഞും കണ്ടു നിൽക്കുന്നവരൊക്കെ പേടിപ്പിക്കുക. വേറൊരു അമ്മയായിരുന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമോ? അതിപ്പോ എത്ര പ്രധാനപ്പെട്ട പ്രശ്നം മുന്നിലുണ്ടായിരുന്നാലും അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുവോ? ഫാദർ, എടാ, നിനക്ക് നിന്റെ ചിന്തകൾ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ എന്റെ മുമ്പിലിരുന്ന് നീ ഇത്രയും നേരം മൈഥിലിയെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ലായിരുന്നു. ഒരു കാര്യം നീ ആലോചിച്ചോ. സ്വയം വേവുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിന്റെ നന്മയെക്കുറിച്ച് ചിന്തിച്ചവളാ മൈഥിലി. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നീയും സ്നേഹയും ഒരിക്കലും കൂടിച്ചേരില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ പ്രയത്നിച്ച ഒരേ ഒരാൾ അതാണ് മൈഥിലി. നോട്ട് അതൊന്നും കാണാനുള്ള കണ്ണ് നിനക്കില്ലാതെ പോയല്ലോടാ. ഫാദർ, ഞാൻ തുടക്കത്തിൽ നീ പറഞ്ഞൊരു കാര്യമില്ലേ, ആരെയും അതിര് വിട്ട് സ്നേഹിക്കരുതെന്ന്? അത് നീ നിന്നോടല്ല പറയേണ്ടത്, മൈഥിലിയോടാ. നിന്നെ അളവ് വിട്ട് സ്നേഹിച്ചതിന്റെ ദുരിതമാണ് മൈഥിലിയുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നീ ആലോചിച്ചോ. മൈഥിലിയെക്കുറിച്ച് നീ കടുപ്പം കൂടി ഒരു വാക്ക് പറയുമ്പോൾ നീ നിന്നെ തന്നെ അവഹേളിക്കുക. സോറി ഫാദർ, ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല. നീ ഇപ്പോ വെറൊരു കുട്ടിയല്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കെൽപ്പുള്ളവനാ. നീ സ്വന്തം ചേച്ചിയെന്ന് മൈഥിലിയെ വിശേഷിപ്പിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ ഇപ്പൊ നീ ചെയ്യേണ്ടത് മൈഥിലിക്ക് സ്വസ്ഥത കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാ. പകരം നിന്റെ വാക്കുകൾ മൈഥിലിയുടെ മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിച്ചുണ്ടാകും. എടാ, നിന്നിൽ നിന്ന് ഒരുപാട് നന്മകൾ മൈഥിലി പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാനും. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് സ്നേഹം വെച്ച് നീട്ടാൻ ആളുകൾ ഒരുപാടുണ്ടാകും. പക്ഷെ ഒരു കാലത്ത് അതിന് മൈഥിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ മിസ്സസ് അരുൺ, എന്താണ് വിശേഷം? വിശേഷമുണ്ട്, അതാ ഞാനിപ്പോ വിളിച്ചേ. എന്താ, കേൾക്കട്ടെ. ഭർത്താവിനെ എതിർക്കുന്നല്ല, സ്നേഹിച്ച് കൂടെ നിർത്തുന്നതാണ് ഒരു പെണ്ണിന്റെ മിടുക്കെന്ന് നീ പറഞ്ഞപ്പോ ഒരു പൊടി സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സത്യ, ഇപ്പൊ അരുൺ കൂടുതൽ സമയവും എന്റെ അടുത്ത് ചെലവഴിക്കുക. ഇതുവരെ പ്രധാനപ്പെട്ടതായിട്ട് അരുൺ കണ്ടിരുന്ന ചില സംഭവങ്ങൾ അരുൺ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആഹാ, അത് നല്ല വാർത്തയാണല്ലോ. മൈഥിലി മാം ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അരുൺ അത് മറന്നുപോയി. മറന്നുപോയതാണോ മാറ്റിവെച്ചതാണോ എന്ന് എനിക്കറിയില്ല. പകരം എന്നെയും കൊണ്ട് കോഫി ഷോപ്പിലേക്കാ പോയത്. അപ്പൊ ഞാൻ കരുതിയതിനെക്കാളും ഫാസ്റ്റ് ആണ് നീ. എന്ത് ചെയ്യാൻ, ഇറങ്ങി തിരിച്ചല്ലേ. പിന്നെ വേറൊരു കാര്യം, മൈഥിലി മാമോ അരുണും തമ്മില് ഇന്നൊന്ന് തെറ്റി. അതിലെനിക്ക് യാതൊരു പങ്കുമില്ല. എന്നിട്ട് അരുൺ നല്ല പ്രതിഷേധത്തിലാ. അരുണിന്റെ വ്യക്തിത്വം മൈഥിലി മാം പരിഗണിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തി. അപ്പൊ പിന്നെ നീ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അരുണിന്റെ തലയിൽ സ്നേഹം കോരി ഒഴിച്ചാൽ മാത്രം മതി. ആ പ്രശ്നം അങ്ങ് വളർന്നോളും. അധികം വൈകാതെ ഇനി മൈഥിലി മാമുമായി എനിക്ക് ഒരു ബന്ധമില്ലെന്ന് അരുൺ നിന്നോട് പറഞ്ഞോളും. ഒന്നാലോചിച്ചാ നിനക്കാകെയുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്നേഹം മാത്രമേ ഉള്ളൂ. അതിന്റെ പവറാ മോളെ ഇതൊക്കെ. അതെനിക്ക് മനസ്സിലായി. അവർ തമ്മിലൊരു വിയോജിപ്പുണ്ടാവാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ, എത്ര പ്രാർത്ഥിച്ചു എന്നറിയോ. പക്ഷെ ഒരു വിള്ളല് പോലും വീഴ്ത്താൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇപ്പൊ അത് സ്വയം സംഭവിച്ചു. നിനക്ക് ഞാനൊരു പ്രസന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ല, നീ എന്താ ഇങ്ങോട്ട് വരുന്നേ?
ഞാൻ വരാം. കുറച്ച് വൈകിയാലും ഞാൻ വരും. അപ്പോഴേക്കും ഇതിലും നല്ല വാർത്തകൾ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടാവട്ടെ. ശരി, ഞാൻ വിളിച്ചോളാം. മുഴുവൻ സമയവും ഭർത്താവിന്റെ കെയർ കിട്ടി കഴിയുമ്പോ എന്നെ മറക്കാതിരുന്നാ മതി. നിന്നെ ഞാൻ മറക്കില്ല. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിലേക്കുള്ള ചൂണ്ടുപലക നീയാ. വെക്കട്ടടി. ശരി. മൈഥിലി മാം ഫോൺ എടുക്കുന്നില്ല ഫാദർ. അത് സ്വാഭാവികമല്ലടാ. നിന്റെ കോള് കാണുമ്പോ ഇപ്പൊ ദേഷ്യമായിരിക്കും തോന്നുന്നത്. എടുക്കുന്നില്ല. ഫാദർ ഒന്ന് വിളിച്ചു നോക്ക്. ഫാദറിന്റെ ഫോൺ ആവുമ്പോ എടുക്കാണ്ടിരിക്കില്ല. ഞാനിപ്പോ വിളിച്ചിട്ട് എന്ത് പറയാനടാ? ഫോൺ എൻ്റെ കയ്യിൽ തന്നാ മതി, ഞാൻ സംസാരിച്ചോളാം. വന്ന് വന്ന് നീ ഇപ്പൊ എന്നെ കൊണ്ട് മധ്യസ്ഥ വേല മാത്രമാ ചെയ്യിക്കുന്നത്. ആ, എന്തേലും ആവട്ടെ. ഫാദർ. ആ മോളെ മൈഥിലി, നീ വീട്ടിലാണോ? അതെ. ഇവിടെ എൻ്റെ അടുത്തിരുന്ന അരുൺ മൈഥിലിയെ വിളിച്ചത്. മൈഥിലി ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നല്ല വിഷമത്തിലാ. അരുണിന് വിഷമമൊന്നും ഉണ്ടാവില്ല ഫാദർ. ഇപ്പോ ചില കാര്യങ്ങളൊക്കെ അരുൺ അഭിനയിക്കുന്നതാ. ഞാൻ അവനും ഫോൺ കൊടുക്കാം. വേണ്ട, എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ അവസ്ഥ അതല്ല. മോളെ, എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല ഫാദർ. എന്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഓരോ വാതിലും കൊട്ടിയടച്ച് പോയിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും അടുപ്പമുള്ളവർ ചെയ്യുമ്പോൾ ഏറ്റവും വേദന കൂടും, അത്രയേ ഉള്ളൂ. അവന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായി. അവനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്തു. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്വന്തം നിലപാടിൽ മാറ്റമില്ലെങ്കിൽ അത് അരുണിന് ഗുണം ചെയ്യും. ഫാദർ ഫോൺ വെച്ചോളൂ. എനിക്കിവിടെ മോളുടെ കാര്യം നോക്കാനുണ്ട്. എന്തു പറഞ്ഞു? നിന്നോട് സംസാരിക്കാൻ മൈഥിലിക്ക് താല്പര്യമില്ലെന്ന്. സാരമില്ല ഫാദർ, മാമിനെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ക്ഷമ ചോദിച്ചോളാം. ഫാദർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഈ അമ്മിമോളെ ഫാദറിനൊന്നും പോയി കാണാൻ സാധിക്കില്ലേ? ഞാനോ? മാനസിക നില തെറ്റിയവരോട് പോലും ഫാദർ സംസാരിക്കുന്നതും അവരെ നല്ല നിലയിൽ മടക്കിക്കൊണ്ടുവരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരീക്ഷണം പോലെയെങ്കിലും. എടാ, ഞാൻ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ മൈഥിലിയെ പോലെ ഒരാൾ ഉണ്ടാകാറില്ല. മൈഥിലിയെ പോലെ ഒരു അമ്മയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തത് പിന്നെ ആർക്ക് പരിഹരിക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല, മൈഥിലി അത് എങ്ങനെ എടുക്കുമെന്ന് പറയാനും പറ്റില്ല. മൈഥിലി മാത്രമല്ല, മറ്റുള്ളവരും. ഫാദർ അതൊന്നും കാര്യമാക്കരുത്. സാരംഗ് സാറ് ചിലപ്പോൾ വല്ലതും പറയുമായിരിക്കും. ഹേയ്, അത്തരം പേടി എനിക്കില്ല. അയാളെപ്പോലെ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി 3-4 വാചകങ്ങൾ കടുപ്പിച്ച് പറഞ്ഞാൽ അങ്ങനെ തീർന്നു പോകുന്നതല്ല എൻ്റെ ക്ഷമയും പരിചയവും ഒക്കെ. എങ്കിലൊന്ന് പോകൂ ഫാദർ. ആ കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം മാമിന് കൊടുക്കാൻ പറ്റില്ല. പ്ലീസ്. ശരി, ഞാനൊന്ന് ചെന്ന് കാണാം. ഏട്ടനോ? നീ വാ, ബസ്സിൽ കയറാൻ നിൽക്കണ്ട. അയ്യോ വേണ്ട, ഏട്ടന് എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ പൊക്കോ, ബസ് ഇപ്പൊ വരും. എനിക്ക് പ്രത്യേകിച്ച് ഒരിടത്തും പോകാനില്ല. ഞാൻ വീട്ടിലേക്ക് തന്നെയാ. നീ വാ. എന്താ പ്രശ്നം? ബസ്സിൽ തന്നെ വരുള്ളൂ എന്ന് എന്തെങ്കിലും വാശിയുണ്ടോ? അതോ ഈ നിൽപ്പിൽ ഇനി വേറെ ആരെങ്കിലും കാണാനുണ്ടോ? ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ, എനിക്കങ്ങനെ കാണാൻ ആരുമില്ല. എന്നാ പിന്നെ എന്തിനാടി സംശയിക്കുന്നത്? നീ വാ. അത് പിന്നെ ബസ്സിൽ ചെല്ലാതെ ഏട്ടൻ്റെ കൂടെ ചെല്ലുന്ന കണ്ട ചേച്ചിയോട് എന്താ പറയാ? ആ, അത് വലിയ പ്രശ്നം. ചേച്ചിയോട് പറയാൻ നമുക്ക് നല്ലൊരു കഥ ഉണ്ടാക്കാം. അത് വണ്ടിയിൽ ഇരുന്നിട്ട്.
എടി നിനക്ക് നിന്റെ ചേച്ചി ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. ഇങ്ങനൊരു പൊട്ടി. നമ്മൾ നേരെ വണ്ടി കയറുന്നു, വഴിയിൽ നിന്ന് തണുത്ത ഓരോ ജ്യൂസ് കഴിക്കുന്നു, ശേഷം നേരെ വീട്ടിലേക്ക്. എനിക്ക് വേണ്ട ഏട്ടാ. വേണോ എടത്തി? നമ്മൾ ഇന്ന് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറി വരാൻ. ഫോൺ ചെയ്തതിന്റെ ബാക്കി പറയാനാണോ ഫാദറിന്റെ വരവ്? ആ സംസാരത്തിൽ താല്പര്യമില്ലാന്ന് മൈഥിലി പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എന്തിനാ അതിന് ശ്രമിക്കണം? ഞാൻ യാമിമോളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ നിൽക്കാനൊക്കെ ഇവര് പറയുമ്പോ ഞങ്ങൾ തിരക്ക് പറഞ്ഞു ഓടിപ്പോവും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് പറ്റില്ലല്ലോ ഫാദർ. കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് ഏറ്റവും നല്ല മരുന്ന്. അത് ഏത് രോഗത്തിനായാലും. നിങ്ങൾ എല്ലാവരും കൂടി ചുറ്റും ഉണ്ടാകുന്നത് യാമി മോൾക്ക് അതൊരു ആശ്വാസമായിരിക്കും. ഇപ്പോ യാമി അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും. അല്ല മോളെ, ഫാദർ യാമി മോളെ കാണാൻ ചെന്നാല്? എനിക്ക് പേടിയുണ്ട് അമ്മേ. പേടിക്കണ്ട. കണ്ടു പരിചയമുള്ളൊരു കുഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലൊരംഗം ഒന്ന് കാണുന്നു. മോൾക്ക് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം വന്നാൽ ആ നിമിഷം തന്നെ ഞാനിങ്ങ് ഇറങ്ങിക്കോളാം. അത്രേ ഉള്ളൂ. ഫാദർ ഇരിക്കെ, ചായ കുടിച്ചിട്ട് കാണാം. പുകമറയാണെന്ന് അന്നേ അറിയായിരുന്നു ഫാദർ. കാടിന് തീയിട്ടിട്ട് ചിലർ രക്ഷപ്പെടില്ലേ, അതുപോലെ. പക്ഷേ ഇട്ട തീയും അതിലുണ്ടായ കനലും ഞങ്ങളുടെ നെഞ്ചിൽ ഇപ്പോഴും കെടാതെ അവശേഷിക്കുന്നു. അയാൾക്ക് എവിടെയാണ് പിഴച്ചത്? അയാളിൽ നന്മ നിറഞ്ഞൊരു മനുഷ്യനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു താളപ്പിഴ. സ്വന്തം മകന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്കും അമ്പയ്ക്കും. അതിൻ്റെ മുഖ്യ കാരണക്കാരി മൈഥിലിയായിരുന്നു. അവളുടെ പെരുമാറ്റം, ഞങ്ങളോടുള്ള സ്നേഹം, ചുറ്റുപാടുള്ള ആൾക്കാരെ ഒപ്പം നിർത്താനുള്ള അവളുടെ കഴിവ്, ഇതെല്ലാം അവൻ്റെ ഭാഗ്യമായിരുന്നു. കഴുത അതൊക്കെ വലിച്ചെറിഞ്ഞ് വേറെ ഏതൊരു താവും. പ്രതീക്ഷ കൈവിടേണ്ട ജഗന്നാഥൻ. നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണല്ലോ. വഴിതെറ്റിപ്പോയവരൊക്കെ തിരിച്ചു വന്ന ചരിത്രങ്ങളല്ലേ ഉള്ളൂ. അങ്ങനൊരു തിരുത്തില്ലായിരുന്നെങ്കിൽ പ്രപഞ്ചം തന്നെ എന്നെ അവസാനിച്ചേനെ. എന്താടോ? രഞ്ജിത്ത് എവിടെയായിരുന്നു? ഇവളെ എവിടുന്നാ കിട്ടിയത്? ഇവിടെയോ? ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഇവള് ബസ് കയറി വരില്ലേ? പിന്നെന്തിനാ രഞ്ജിത്ത് കൂട്ടിക്കൊണ്ട് വരുന്നേ? ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ചേച്ചി. നീ മിണ്ടണ്ട. ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ വന്നത്, അതോ വേറെ എവിടെയെങ്കിലും പോയോ? ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു. അതിനെന്താ? അതിനെന്താന്നോ? ഇവളൊരു മുതിർന്ന പെൺകുട്ടിയല്ലേ? ഇവളെയും കൂട്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണോ? താൻ എന്ത് വൃത്തികേടാടോ ഈ ചോദിക്കുന്നത്? എന്ത് വൃത്തികേട്? ഇതൊന്നും ശരിയല്ല രഞ്ജിത്ത്. നിന്നോടാരാ കരയാൻ പറഞ്ഞേ? എടോ, തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവളെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാല്? ഞാൻ പൊക്കോളാം ചേച്ചി, ഇപ്പൊ തന്നെ പൊക്കോളാം. വേണ്ട, ഞാനങ്ങ് പോയി തരാം. ചേച്ചി. അനാമികേ, അനാമികേ, എന്താ? അയ്യോ, ഒന്ന് ഞെട്ടിയില്ല രണ്ടാളും. താൻ വെറുതെ. സംഗതി എന്താണെന്നറിയോ? ജ്യൂസ് പാർലറിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ആ, കണ്ടു. എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്യുന്ന ജാൻസി. എന്നിട്ട് ജാൻസി മുൻപേ പോയോ? ആ, പോയി. ജ്യൂസ് പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാൻസി നേരെ എന്നെയാ വിളിച്ചത്. എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നെന്നറിയോ?
രഞ്ജിത്തിന്റെ കൂടെയുള്ളത് ആരാ? അമ്മായിന്റെ മോളാണെങ്കിലും മുതിർന്ന പെൺകുട്ടിയല്ലേ? ഒപ്പം വിടുന്നത് ശരിയാണോ? കാലം കെട്ട കാലമല്ലേ? എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഒരു 100 എണ്ണം. വേറെ ഒന്നുമില്ല, ഞാൻ രഞ്ജിത്തിനെ ഒന്ന് സംശയിക്കണം. അത്തരം മഹത്തരമായ ഉദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാൻസിക്ക്. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിലേ ഞാൻ ആ പാവത്തിനോട് ചെയ്യുന്ന ചതിയാവില്ലേ? സത്യം പറയാലോ, ഞാൻ തകർന്നു പോയി. എന്നാലും ആർക്കോ വേണ്ടി ചേച്ചി അങ്ങനെയൊക്കെ ചോദിച്ചല്ലോ, അതും ഏട്ടനോട്. ഇനി അതങ്ങ് നീട്ടി പരത്തി പറഞ്ഞൊന്ന് കരഞ്ഞോ? ഇടി ഞാനൊന്ന് കളിപ്പിച്ചതാ. ഈ കളി എന്തായാലും കുറച്ച് കൂടിപ്പോയി. ജാൻസി അല്ല, ജാൻസിയെ പോലെ ഒരു 100 ആള് വിളിച്ചു പറഞ്ഞാലും ഇയാളെ എനിക്ക് സംശയം വരില്ല. അതിന് ഇവളെ ചേർത്തല്ല, ആരെ കുറിച്ചും. എന്താടി നോക്കി നിൽക്കുന്ന പോത്തെ? പോയി ഡ്രസ് മാറ്. പാവം, കുറച്ച് സമയം കൂടി താൻ കൊടുത്തിരുന്നെങ്കിലേ ആ പാവം തന്റെ മുന്നിൽ വീണ് ചത്തേനെ. ആ, അതിനു മുൻപ് ഞാൻ അവസാനിപ്പിച്ചല്ലോ. ചേച്ചി, ദേ ഫാദർ വന്നിരിക്കുന്നു. എന്തൊക്കെയാ യാമിമോളെ വിശേഷങ്ങള്? ദേ, ഫാദർ മോളെ ഉപദേശിക്കാനൊന്നും വന്നല്ല കേട്ടോ. സുഖമില്ലാന്ന് അമ്മ പറഞ്ഞു, അപ്പൊ വന്നൊന്ന് കാണണമെന്ന് തോന്നി. യദുകൂട്ടാ, ചേച്ചി എങ്ങനെ മുറിയിലെടുത്താൽ മാത്രം മതിയോടാ? താൻ എന്താ ഇതിനാടോ? ചേച്ചി ഒന്ന് പുറത്തൊക്കെ കൂട്ടിക്കൊണ്ടു പോണ്ടേ? നിങ്ങൾ ഒന്നിച്ച് പഴയ പോലെയൊക്കെ ഒന്ന് നടക്കും മക്കളെ. ഞാൻ പറഞ്ഞു ഫാദർ, ചേച്ചി കേട്ടില്ല. യാമിമോളെ, നമുക്ക് 3 പേർ കൂടി ഒന്ന് പുറത്തു പോയാലോ? വേണ്ട. അതെന്താടോ വേണ്ടാത്തത്? അല്ലെങ്കിൽ ഫാദർ വരുന്നില്ല, അമ്മയുടെ യദുക്കുട്ടന്റെ കൂടെ പോ. അതല്ലേ അവർക്ക് കൂടുതൽ സന്തോഷാവുക. എനിക്ക് എങ്ങോട്ടും പോണ്ട, ഫാദർ പൊക്കോ. മോളുടെ മനപ്രയാസത്തിന് എന്താ കാരണം? പറമോളെ. ഫാദറിനോട് പോകാനല്ലേ പറഞ്ഞത്? ഫാദറിനെ വിളിച്ചോണ്ട് പോടാ. അല്ല മോളെ, ഒന്ന് പോവോ? ഫാദർ വേണ്ട. എത്രയും പെട്ടെന്ന് യാമി മോളുടെ മാനസിക പ്രയാസങ്ങളൊക്കെ മാറട്ടെ. ദേ, അതൊക്കെ മാറിയിട്ട് ഫാദറിനൊന്ന് വന്ന് കാണണം കേട്ടോ. ശരി മോളെ, ഫാദർ ഇറങ്ങുക. ഇനി ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട, മനസ്സിലായോ? പോടാ. അരുൺ, എന്തുപറ്റി? കുറെ നേരമല്ല പോന്നിട്ട്. ഒന്നുമില്ലടോ. അരുൺ എന്താ വല്ലാതിരിക്കുന്നെ? ഫാദർ എവിടെ? ഫാദർ മൈഥിലി മാമിന്റെ വീട്ടിലേക്ക് പോയിരിക്കുവോ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ. എന്തുപറ്റി? നമുക്ക് തെറ്റുപറ്റിയ സ്നേഹ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മൈഥിലി മാമിനോട് നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പാവം മാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? യാമിമോളുടെ കാര്യം ആലോചിച്ച് മാമിന്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അതിനിടയിൽ എൻ്റെ ഒരു മറവി ന്യായീകരിക്കാൻ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഫാദർ എന്നോടത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ആ തെറ്റിന്റെ ആഴം മനസ്സിലായത്. അരുൺ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും അതിന് കാരണക്കാരിയായിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. മൈഥിലി മാമിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിച്ചോളാം. വേണ്ട, ഫാദർ പോയിട്ട് വരട്ടെ. കുറച്ച് സമയം കൊണ്ട് അരുണങ്ങ് വല്ലാതായിപ്പോയി. ശരിയാണ്, എന്നെ സ്നേഹിക്കാൻ ഒരാൾ പോലും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയ കാലത്ത് സ്നേഹം വച്ച് നീട്ടിയത് മൈഥിലി മാമ. മൈഥിലി മാമിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ അനാഥനാണെന്നുള്ളത് മറന്നു പോകാറുണ്ടായിരുന്നു. ഞാൻ ആ പാവത്തിനോടത്തെ കൂലി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക സ്നേഹ.
അരുൺ പ്ലീസ്, നമുക്കിതെങ്ങനെയും പരിഹരിക്കാം. മിക്കവാറും ഫാദർ പോയി സംസാരിച്ചു കഴിയുമ്പോൾ മാമിന്റെ മനസ്സ് തണുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനല്ലേ വാക്ക് പറയുന്നത്. അരുണിന് വേണ്ടി ഞാൻ പോയിക്കോളാം. മാമിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം. അരുൺ, ഇങ്ങനെ തളർന്നിരിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കുന്ന അരുണിനെ എനിക്കിഷ്ടം. ഞാനും അതിന് ശ്രമിക്കുക. തൽക്കാലം ഒരു കാര്യം ചെയ്. ഫാദർ വരുന്നവരെങ്കിലും ഒന്ന് ശാന്തമായിട്ടിരിക്കെ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്.